എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള 1, 2, 3 അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ ഇന്ന് അവസാനിക്കും. ഇന്ന് വൈകുന്നേരം 3 മണി വരെയാണ് വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ അഡ്മിഷൻ നേടാനുള്ള അവസരമുള്ളത്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ഇന്ന് വൈകുന്നേരം 3 മണിക്ക് മുമ്പായിട്ട് അഡ്മിഷൻ എടുത്തിട്ടില്ല എങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് നിങ്ങളുടെ ഓപ്ഷൻസ് നൽകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ആണ് ഇനി വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ, അതായത് 24-ാം തീയതി സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് വരുന്നത് കൊണ്ട് തന്നെ ആ ഒരു അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ നൽകുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുമെന്ന് ഉറപ്പുള്ള കോളേജുകളും കോഴ്സുകളും മാത്രമായിരിക്കണം ഓപ്ഷൻ കൊടുക്കേണ്ടത്. കാരണം സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുമെന്നും അഡ്മിഷൻ എടുക്കാതിരിക്കുകയാണ് എങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുന്നതും ആയിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അഡ്മിഷൻ എടുക്കുമെന്ന് ഉറപ്പുള്ള കോളേജുകളും കോഴ്സുകളും ആയിരിക്കണം ഓപ്ഷൻ നൽകേണ്ടത്. നിങ്ങൾ മുൻപ്, അതായത് ഈ ഒരു 3rd അലോട്ട്മെൻറ്റ് വരെ നിങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്ന ഓപ്ഷൻസൊക്കെ റിമൂവ് ചെയ്തത് കൊണ്ട് തന്നെ ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതുതായിട്ട് ഓപ്ഷനുകൾ നൽകേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥി ലോഗിൻ ചെയ്ത ശേഷം രജിസ്റ്റർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഓപ്ഷൻസുകൾ നൽകാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു NOC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ലിങ്ക് വെബ്സൈറ്റിൽ ഉണ്ടായിരിക്കും. ചില വിദ്യാർത്ഥികൾക്ക് അതായത് ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിൽ തന്നെ ജസ്റ്റ് ഒരു സർക്കുലറിൻ്റെ നമ്പറിൻ്റെ ഫോമാറ്റിൽ, അതായത് ഒരു സർക്കുലർ നമ്പറിൻ്റെ ഫോമാറ്റിൽ ജസ്റ്റ് ഇന്ന കോളേജ്, അത് കോളേജിൻ്റെ കോഡ് ഉണ്ടാകും, ആ ഒരു കോഡിലുള്ള കോളേജ് NOC സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക്, അതായത് ഇന്ന കോളേജ് NOC സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ മുകളിലായിട്ട്, അതായത് ആ ഒരു പേജിൽ തന്നെ നൽകിയത് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ വീണ്ടും NOC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇവിടെ പ്രത്യേകിച്ച് വെബ്സൈറ്റിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, അതായത് NOC സർട്ടിഫിക്കറ്റ്, അതായത് ഏതെങ്കിലും ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ, അതായത് അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ, അതായത് പ്രവേശനം നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ NOC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. എന്നാൽ NOC അപ്ലോഡ് ചെയ്യാൻ കഴിയാത്തവർ കോളേജുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു NOC ഇഷ്യൂ ചെയ്ത് തരും. അതായത് ഓൺലൈനായിട്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിലാണ് നിങ്ങളുടെ ആ ഒരു പ്രൊഫൈലിൽ നിങ്ങൾക്ക്, അതായത് ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ ആ ഒരു പേജിൽ നിങ്ങൾക്ക് ആ ഒരു അതായത് സർക്കുലറിൻ്റെ ഒരു നമ്പർ പോലുള്ള രീതിയിൽ, അതായത് കുറച്ച് സ്ലാഷും അതുപോലെ തന്നെ കുറച്ച് നമ്പേഴ്സൊക്കെ കൊടുത്തുകൊണ്ടുള്ള ഒരു ജസ്റ്റായിട്ട്, അതായത് ഏകദേശം ഒരു സർക്കുലറിൻ്റെ ആ ഒരു നമ്പർ പോലെയൊക്കെ ആയിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അവിടെ NOC ഇഷ്യൂഡ് എന്ന് പറഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അവിടെ NOC ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. അതല്ല, നിങ്ങൾക്ക് NOC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ലിങ്ക് ഉണ്ടെങ്കിൽ അതുവഴി നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ NOC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അഥവാ നിങ്ങൾക്ക് NOC അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ലിങ്ക് ഇല്ല, എന്നാൽ NOC ഓൺലൈനായിട്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മതി, നിങ്ങൾ വീണ്ടും NOC അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതേസമയം നിങ്ങൾക്ക് NOC അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ലിങ്ക് ഇല്ല, അതായത് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടി എന്നാൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു NOC അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ലിങ്ക് ഇല്ല എങ്കിൽ നിങ്ങൾ കോളേജിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഓൺലൈനായിട്ട് അത് ഇഷ്യൂ ചെയ്ത് നൽകുന്നതായിരിക്കും. അതുപോലെ തന്നെ ഗവൺമെൻറ് കോളേജിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് NOC ഒന്നും അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. കാരണം ഗവൺമെൻറ് കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഈ ഒരു NOC സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ താല്പര്യപ്രകാരം അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അഡ്മിഷൻ എടുക്കുമെന്ന് ഉറപ്പുള്ള കോളേജുകളും കോഴ്സുകളും നിങ്ങളുടെ പ്രയോറിറ്റി ബേസിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കാവുന്നതാണ്. വിവിധ കോഴ്സുകളിലേക്ക് വിദ്യാർത്ഥികൾക്ക് ഓപ്ഷനുകൾ സമർപ്പിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അഡ്മിഷൻ എടുക്കുമെന്ന് ഉറപ്പുള്ള കോളേജുകളും കോഴ്സുകളുമായിരിക്കും നൽകേണ്ടത്. കാരണം സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ കിട്ടുന്ന എല്ലാ കോളേജും നിങ്ങൾക്ക് NOC സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് അടുത്ത അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് അവസരം നൽകണം എന്നില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ജോയിൻ ചെയ്യേണ്ടത് നിർബന്ധമാണ്. അങ്ങനെ ജോയിൻ ചെയ്യാതിരിക്കുകയാണെങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ ആ ഒരു
കോളേജ് അതായത് ആ ഒരു സീറ്റ് നഷ്ടപ്പെടുകയും അതുപോലെ പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലാതിരിക്കുകയും ചെയ്യുന്നതാണ്. NOC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇല്ലാത്ത വിദ്യാർത്ഥികൾ സാധാരണ ഓപ്ഷൻ നൽകുന്ന രീതിയിൽ ഓപ്ഷൻ നൽകിയാൽ മതിയാകും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച കോളേജും കോഴ്സുകളും നിങ്ങളുടെ പ്രയോറിറ്റി ബേസിൽ അതായത് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അഡ്മിഷൻ എടുക്കുമെന്ന് ഉറപ്പുള്ള കോളേജുകളും കോഴ്സുകളും മാത്രം ഓപ്ഷൻസായിട്ട് ഉൾപ്പെടുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ അഡ്മിഷൻ നേടാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം 3 മണിക്ക് മുമ്പായിട്ട് പോയിട്ട് അഡ്മിഷൻ നേടുക. അതുപോലെ തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് പോയിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനും ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.